കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ കോളേജുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയിൽ ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മഴ വീണ്ടും തുടരുന്നുണ്ടോ അതോ മഴയിൽ കുറവുണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയ്ക്ക് നല്ല ശമനമുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഇന്നലെ രാത്രി നല്ല മഴയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ മഴ നല്ല കുറവുണ്ട്. എന്തായാലും വയനാട്ടിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേപ്പാടി ചുരുൾമല ഭാഗത്ത് ഇന്നലെയും അതിശക്തമായ മഴയായിരുന്നു. ഈ പ്രദേശത്ത് ഇന്നലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെയും അവധി പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ലക്കടിയിലാണ്. 156 മില്ലിമീറ്റർ മഴയാണ് ലക്കടിയിൽ മാത്രം ലഭിച്ചത്. ഈ മഴയുടെ പശ്ചാത്തലത്തിൽ ചുരത്തിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ചുരത്തിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. 6-7 ചുര വളവുകളിലാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. തുടർന്ന് ആ ഗതാഗത കുരുക്ക് പൂർണ്ണമായി പരിഹരിച്ചപ്പോൾ ആ വാഹനങ്ങൾ സുഗമമായി പോകുന്നുണ്ട്. എന്തായാലും നിലവിൽ ചില ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും പുത്തുമല പ്രദേശത്ത് മഴ കുറവാണെന്നാണ്. അവിടെ 20 മില്ലിമീറ്റർ മഴ മാത്രമാണ് നിലവിൽ ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ പുത്തുമലയിൽ ഇന്ന് ദുരന്തത്തിന്റെ 2ാം വാർഷികാഘോഷ ചടങ്ങുകൾ നടക്കുകയാണ്. രാവിലെ തന്നെ ഈ ചടങ്ങുകളൊക്കെ ആരംഭിച്ച് രാവിലെ വെള്ളർമല സ്കൂളിൽ അവിടെ നിലവിൽ 33 കുട്ടികളാണ് ആ സ്കൂളിൽ നഷ്ടപ്പെട്ടത്. അവർക്ക് വേണ്ടി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഹൃദയഭൂമിയിലും ചടങ്ങുകൾ നടന്നു. മന്ത്രിമാരായ T സിദ്ദിഖ്, KM ഷാജി, റവന്യൂ വകുപ്പ് മന്ത്രി അനിൽകുമാർ എന്നിവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ടൗൺഷിപ്പിലും ഈ ചടങ്ങുകൾ നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. 2024 സമാനമായ രീതിയിൽ വലിയ തോതിലുള്ള മഴയൊന്നും ഇത്തവണ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം 2024 ദുരന്തത്തിൽ വലിയ തോതിൽ അത് 298 പേരുടെ ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. ഏകദേശം 400 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ വയനാട്ടിൽ മഴ ഇപ്പോൾ കുറവാണ്. അനന്തു, ശരി, വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മഴയ്ക്ക് ഇപ്പോൾ ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ വിൻസെന്റ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.